അസ്സലാമലൈക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. തെറ്റുകളുണ്ടാകാം, ക്ഷമിക്കുക. വേറെ ഒന്നല്ല, ഞാൻ ഈ ഇടക്കാണ് ആകാശദൂത് എന്ന് പറയുന്നൊരു മൂവി കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ 2 ദിവസം ഉറങ്ങിയിട്ടുമില്ല. ആ 2 ദിവസം നല്ല കരച്ചിലായിരുന്നു. കരഞ്ഞ് അലമ്പാക്കിയെന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ മോൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തായിരുന്നു. മോളത് ആദ്യം തൊട്ട് എൻഡ് വരെയും കണ്ടു. മൂവിയുടെ ഒരു പകുതി സീനായപ്പോഴത്തേക്കും കുഞ്ഞ് ചെറുതായിട്ടൊന്ന് സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, കൊല്ല ഉള്ളി എന്നാൽ മൂവി മാറ്റിക്കോട്ടെ എന്ന് വെച്ചപ്പോൾ ആൾ സമ്മതിച്ചില്ല. ആളത് മുഴുവൻ ഇരുന്ന് കണ്ടു. മുഴുവൻ ഇരുന്ന് കാണുമെന്ന് വിചാരിച്ചതല്ല, ബട്ട് അവൾ ഫുള്ള് കണ്ടു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് കരഞ്ഞു. ആ വീഡിയോ ആണിത്. ആകാശദൂത് കാണാം. അറിയിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തതല്ല ആ വീഡിയോ. ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഷീ ഈസ് ജസ്റ്റ് 6 years old. 6 വയസ്സായ കുട്ടിക്ക് ഈ ഒരു മൂവി കണ്ട് ഇമോഷൻസ് വരണമെന്നുണ്ടെങ്കിൽ ആ മൂവിയുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഇത് കണ്ട് കരയാൻ അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല, ഏത് പ്രായക്കാരും കരയും. അതാണ് ഈ മൂവിയുടെ ക്വാളിറ്റി. എന്നോട് കമന്റ് ബോക്സിൽ കുറച്ച് ആളുകൾ ചോദിച്ചു എന്തിനാണ് കുഞ്ഞിനെ കരയിപ്പിച്ചതെന്ന്. ആക്ച്വലി കുഞ്ഞിനെ കരയിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്തതല്ല ആ വീഡിയോ. അവൾ കരയുമെന്ന് ഞാൻ വിചാരിച്ചുമില്ല. ആ വീഡിയോയിൽ കരഞ്ഞ ആളാണ് ഇരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പൊന്നെ ആ മൂവി? ഒരു വടിയെടുത്ത് പോലും തല്ലാറില്ല എൻ്റെ മോളെ. അങ്ങനെയുള്ള എൻ്റെ മോള് കരഞ്ഞപ്പോൾ ഞാനും ഒരു സൈഡിലിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അത് വേറെ കാര്യം. ആകെ ഉള്ളൊരു സ്വത്താണ്. അപ്പോൾ ഇതിനെങ്ങനെ കരയിപ്പിക്കാൻ തോന്നും? പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള മൂവികൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. കരയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാലും കുഞ്ഞുങ്ങൾ കണ്ടിരിക്കുന്നത് നല്ലതാണ്. കാരണം മാതാപിതാക്കൾ ഇല്ലാണ്ടാകുമ്പോൾ ഉള്ളൊരവസ്ഥ അവർ മനസ്സിലാക്കണം. ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് പാരൻസിനോട് റെസ്പെക്റ്റ് ഇല്ല. എല്ലാ കുട്ടികളെയല്ല, ചുരുക്കം ചില കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. മൂവി കണ്ട് കുഞ്ഞുങ്ങൾ നന്നാവും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നന്നാവുന്ന പിള്ളേർ നന്നാവും, ചീത്താവേണ്ട പിള്ളേർ ചീത്തയാകും. എന്തായാലും എല്ലാ മക്കൾക്കും നല്ലത് വരട്ടെ. ബൈ.